അൻവറിനെ സഹകരിപ്പിക്കാൻ UDF തീരുമാനം. കോഴിക്കോട് ചേർന്ന UDF നേതൃയോഗത്തിലാണ് തീരുമാനം. ഒരാഴ്ചയ്ക്കുള്ളിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. UDF ഘടകകക്ഷികളുമായും ഹൈക്കമാൻഡുമായും വിശദമായി സംസാരിക്കും. ഇതിനായി പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തിയെന്നും MM ഹസൻ. അൻവറിന്റെ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തു. അൻവറിനെ UDF-ൽ അദ്ദേഹത്തിന് പ്രവേശനം ആവശ്യപ്പെട്ട അദ്ദേഹവുമായി നേരത്തെ ഒരു ചർച്ച മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും നടത്തിയിരുന്നു. ഇന്നത്തെ യോഗത്തിൽ പൊതുവെ ഉണ്ടായ ഒരു വികാരം കണക്കിലെടുത്തുകൊണ്ട് മറ്റ് കക്ഷി നേതാക്കളോട് വിശദമായി ചർച്ച ചെയ്യാനും ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുക്കാൻ ഇന്നത്തെ യോഗം പ്രതിപക്ഷ നേതാവ് VD സതീശനെ ചുമതലപ്പെടുത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം എല്ലാവരുമായി ചർച്ച ചെയ്ത് തീരുമാനം പ്രഖ്യാപിക്കും. എന്താ മാർഗം? അന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കിയോ, ഞാൻ മുഖ്യമന്ത്രി രാവിലെ നടത്തിയ പത്രസമ്മേളനത്തിന് അന്ന് രാത്രി വൈകുന്നേരം ഞാൻ പത്രസമ്മേളനം നടത്തി. ഞാൻ അവിടെ ടെലിവിഷൻ വെച്ചു, പ്രതികളെ ഞാൻ കാണിച്ചു, നമ്പറുകൾ ഞാൻ കാണിച്ചു തന്നു. 100 കണക്കിന് ആളുകളെ ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഞാൻ വിളിച്ചത്. അത് ഞാൻ അന്ന് ചെയ്തില്ലായിരുന്നെങ്കിൽ അന്ന് രാത്രി പോലീസ് എന്നെ അറസ്റ്റ് ചെയ്ത് ഞാൻ ജയിലിൽ പോയിട്ടുണ്ടാവും. ആ പറയുന്ന കോളർ ID കോളർ ലിസ്റ്റ് പുറത്തു വിടുമോ? ഈ ഇരിക്കുന്ന നിങ്ങളും എൻ്റെ കുടുംബം അടക്കം എന്താ വിചാരിക്കുക? ഭയങ്കരം തന്നെ കേട്ടോ. അൻവറേ, ഇങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ കഴിയും മനുഷ്യന്? ആ ജയിലിൽ നിന്ന് എനിക്ക് പോരാൻ കഴിയില്ല. ആ പ്ലാന് ദൈവാധീനം കൊണ്ട് അദ്ദേഹം അത് ഓരോന്നിങ്ങനെ പറയുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അങ്ങോട്ടാണ് പോകുന്നത്. ഇത് എന്നെ ലോക്ക് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചത്. കാരണം ഞാൻ അതിൻ്റെ 10 ദിവസം മുമ്പ് അദ്ദേഹത്തെ പോയി കണ്ടതല്ലേ, പരാതി കൊടുത്തതല്ലേ, ഡീറ്റെയിലായി സംസാരിച്ചതല്ലേ. അദ്ദേഹത്തോട് പുറത്ത് പത്രക്കാർ നിൽക്കുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്, അതിനെന്താ നിങ്ങൾ പറഞ്ഞോ എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ച് വിട്ട വ്യക്തിയാണ് ഈ ഡബിൾ ഗെയിം കളിക്കുന്നത്. അപ്പം അയാൾ എന്തുമാത്രം ദുഷ്ടത്തരമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് എന്ന് കൃത്യമായി ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാവും. തിരഞ്ഞെടുപ്പോട് കൂടി നമ്മളത് വിശദീകരിക്കും. ആ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന ജനങ്ങളോട് ഈ കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ UDF-ന്റെ സ്ഥാനാർത്ഥി ജയിക്കും. തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. UDF-നൊപ്പം അൻവറിനെ സഹകരിപ്പിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇന്നത്തെ കോഴിക്കോട് നടന്ന നേതൃയോഗത്തിന് ശേഷം UDF എത്തിയിരിക്കുന്നത്. അതിൽ സന്തോഷമുണ്ടായെന്നാണ് PV അൻവറിന്റെ മറുപടി. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. അസ്ലം, നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുൻപായി മുന്നണി പ്രവേശനം അതായിരുന്നു അൻവർ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്നത്തെ യോഗത്തിൽ എന്ത് തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്? അൻവറിനെ ഏത് രീതിയിൽ സഹകരിപ്പിക്കാം എന്നുള്ള ഒരു വ്യക്തത വന്നിട്ടുണ്ടോ നേതാക്കൾക്കിടയിൽ? തൃണമൂൽ കോൺഗ്രസ് എന്ന അർത്ഥത്തിൽ UDF-യുമായി PV അൻവറിനെ സഹകരിപ്പിക്കുന്നതിനുള്ള പൂർണ്ണമായ തടസ്സങ്ങൾ മാറി എന്ന് പറയാൻ കഴിയില്ല. മാത്രമല്ല, ആ ഒരു പ്രശ്നം തന്നെയാണ് ഇന്നും ചർച്ചയ്ക്ക് വന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്തും അതോടൊപ്പം തന്നെ മറ്റ് ഘടകകക്ഷികളുമായി ചർച്ച ചെയ്തും ഒരു തീരുമാനമെടുക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ചുമതലപ്പെടുത്തിയാണ് യോഗം ചേർന്നത്. അതേസമയം UDF PV അൻവറുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ UDF ഔദ്യോഗികമായി തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കോഴിക്കോട് നടന്ന UDF യോഗത്തിന്റെ ഇന്നത്തെ പ്രത്യേകത. എന്ന വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും MM ഹസനൊക്കെ രമേശ് ചെന്നിത്തലയും തന്നെ എല്ലാം നിലപാട് വ്യക്തമാക്കി. LDF-യുമായി എതിരിട്ട് വന്ന പാർട്ടി എന്ന അർത്ഥത്തിലും മാത്രമല്ല UDF-ന് ഗുണകരമാകും PV അൻവറുമായുള്ള സഹകരണം എന്ന് തന്നെയാണ് അവർ വിലയിരുത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അതേസമയം ഏത് അർത്ഥത്തിൽ സഹകരണം വേണം എന്ന കാര്യത്തിൽ ഇനിയും ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. അതേസമയം ഏറെ വൈകി പോകേണ്ടതില്ല എന്നൊരു തീരുമാനം എത്തിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാഴ്ചക്കകം തന്നെ തീരുമാനമെടുക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം പ്രതിപക്ഷ VD സതീശൻ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ബന്ധപ്പെടും. അതോടൊപ്പം തന്നെ ഘടകകക്ഷി നേതാക്കളുമായി PV അൻവറുമായി എല്ലാം ചർച്ച ചെയ്ത ശേഷം വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കാനാണ് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം തൃണമൂൽ കോൺഗ്രസ് എന്ന നിലയിൽ എടുക്കുന്നതിലാണ് ശരിക്കും ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. അത് എങ്ങനെയാണ് അത് സ്വാഭാവികം PV അൻവറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അദ്ദേഹം ഏതെങ്കിലും അർത്ഥത്തിലുള്ള മറ്റു ഓപ്ഷനുകൾ മുന്നോട്ട് വെക്കുന്നുണ്ടെന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ ആ അർത്ഥത്തിൽ അല്ലെങ്കിൽ വേറെന്ത് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ഹൈക്കമാൻഡുമായി ആലോചിച്ച ശേഷം ഒരു തീരുമാനമെടുക്കും. എന്തായാലും PV അൻവർ UDF-ന്റെ ഭാഗമാകും എന്ന് ഉറപ്പാണ്. അത് എങ്ങനെയാകുമെന്ന കാര്യത്തിൽ ഒരുപക്ഷെ ഒരാഴ്ചക്കകം തന്നെ വ്യക്തമായ ഉത്തരം ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. PV അൻവറുടെ പ്രതികരണം വന്നു, സന്തോഷകരമാണ് തീരുമാനം, ഒരു നടപടിയുടെ ഭാഗമെന്ന നിലയിൽ അല്ലെങ്കിൽ UDF-ലേക്ക് പ്രവേശനത്തിന്റെ നടപടിയുടെ ഭാഗമായി ഇന്നത്തെ തീരുമാനത്തെ കാണുന്നതെന്നാണ് PV അൻവറും പ്രതികരിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായി തന്നെയാണ് PV അൻവർ UDF-ന്റെ തീരുമാനത്തെ എടുത്തിരിക്കുന്നത്.
ഇനി എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഈ ഒരാഴ്ച നടക്കുന്ന ചർച്ചകൾ, അതിൽ എന്ത് തീരുമാനങ്ങൾ PV അൻവർ എടുക്കുന്നു, VD സതീശനും കോൺഗ്രസും എടുക്കുന്നു എന്നനുസരിച്ചിരിക്കും UDF എങ്ങനെയാണ് ഒരു പ്രവേശിക്കുന്ന അന്തിമ തീരുമാനത്തിലേക്ക് ഇനിയിപ്പോൾ എപ്പോഴായിരിക്കും അസ്ലം എത്തുക? ഇനിയും ഒരുപാട് ചർച്ചകൾ വേണ്ടി വരുമെന്നാണോ? അതാണ് MM ഹസൻ UDF കൺവീനർ പറഞ്ഞത്. ഒരാഴ്ചക്കകം തീരുമാനമെടുക്കുമെന്നാണ് അദ്ദേഹം ഒരു സമയപരിധി പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ ആ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നാളെ തൃണമൂൽ അധ്യക്ഷ പങ്കെടുക്കുന്ന യോഗത്തിലൊക്കെ പങ്കെടുക്കാനായി അദ്ദേഹം PV അൻവർ കൊൽക്കത്തയിലേക്ക് പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെയുള്ള ചർച്ചകൾ നിർണായകമാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് VD സതീശൻ നടത്തുന്ന ചർച്ചകൾ പ്രധാനമായിരിക്കും. VD സതീശനും PV അൻവറും തമ്മിൽ സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ വീണ്ടും ചർച്ചകൾ നടക്കും. അതിലൊക്കെ ഉരുത്തിരിഞ്ഞു പറഞ്ഞ ഒരു സമവായത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു തീരുമാനമെടുക്കുക. എന്തായാലും PV അൻവറുമായി മുന്നോട്ട് പോകും, UDF ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകും. അത് എങ്ങനെയാണ് PV അൻവർ എന്ന വ്യക്തി രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലാണോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗമായിട്ടാണോ, അതോ തൃണമൂൽ എന്ന നിലയിൽ തന്നെയാണോ എന്നതിലാണ് തീരുമാനം അറിയേണ്ടത്. അത് ഒരാഴ്ചക്കകം അറിയാമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ശരി, PV അൻവർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്, അതിലേക്ക്. CPM BJPയോടെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രണ്ട് വെല്ലുവിളികൾ ഈ തെരഞ്ഞെടുപ്പിൽ 26 തെരഞ്ഞെടുപ്പിൽ ADCക്ക് മറികടക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആൻറ്റി കമ്മ്യൂണൽ, ആൻറ്റി ഫാസിസ്റ്റ്, ആൻറ്റി കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള കോൺഗ്രസും ഇതേ ആശയമുള്ള തൃണമൂലും നാളെ യോജിച്ചെന്ന് വരാം. അതൊക്കെ വരാനിരിക്കുന്ന പൊളിറ്റിക്സാണ്. പോകുന്നുണ്ട്. മുന്നണി പ്രവേശനം വേണം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്നുള്ളത് ആവശ്യമാണല്ലോ മുന്നോട്ട് വെച്ചിരുന്നത്. ആ ആവശ്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതാണല്ലോ സംസാരിക്കാം എന്ന് പറഞ്ഞത്. സംസാരിക്കട്ടെ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അപ്പോൾ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരാഴ്ചയിൽ സംസാരിച്ച് ഒരാഴ്ച കൊണ്ട് പറയുന്നല്ലേ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ആരുമായിട്ട് അത് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. ബഹുമാനപ്പെട്ട MM ഹസൻ കൺവീനർ അങ്ങനെയല്ലേ പറഞ്ഞത്. എന്നാൽ വാർത്തേൻ്റെ വക്കേ കിട്ടും. സ്വാഭാവികമില്ല. നിലമ്പൂര് ഇലക്ഷന്റെ പ്രഖ്യാപനം അനിശ്ചിതമായി നീണ്ടുപോകാണല്ലോ. എന്താണ് അന്ന് കോടതിയെ സമീപിക്കുന്ന സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞില്ലേ? അതെ, നമ്മൾ കോടതി തുറക്കാൻ നിൽക്കാൻ കാരണം കോടതി വെക്കേഷനാണല്ലോ. അപ്പോൾ അത് 17-ാം തീയതിയാണ് കോടതി തുറക്കുന്നത്. നമ്മളതിൻ്റെ